ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷം. എൻ്റെ ദൈവം ഒരു രക്ഷയില്ല കേസ്. എനിക്കൊരു വ്ളോഗൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണമെന്നുണ്ട്. കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് കസ്റ്റമർ. 100 ചായ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇതുകളാണ് സുഹൃത്തുക്കളെ. സോ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഷോപ്പിൻ്റെ രണ്ടാമത്തെ ഷോപ്പ് സെയിം സ്ഥലത്ത് തുടരുകയാണ്. അതിൻ്റെ ഇനോഗ്രേഷൻ്റെ എൻ്റെ POV ഫുട്ടേജ് ആയിരിക്കും. ഫോട്ടോസും റീൽസും ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്താ സംഭവം മാമെന്ന്? വീഡിയോ കോൾ അല്ല ഇത്, വീഡിയോ എടുക്കണതാ. ആ വീഡിയോ എടുക്കണതാ. ഇന്ന് മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ. മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ അല്ല, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ കടയുടെ ഉദ്ഘാടനം. ആ അപ്പൊ ബർത്ത്ഡേ ആക്കി. അപ്പോ എല്ലാ ഇതുകളും സെറ്റ് ആയിട്ടില്ലേ? എല്ലാരും ബ്ലൂ കളറിലാണ് ഇട്ടിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ്, അനിയൻ വൈറ്റ് ബാഗി. അടുത്ത കോള്. ഹലോ, ചെയ്യാരത്ത് ആ വെട്ടിയാടൻ്റെ അവിടേക്ക്. ആ ചിയാരം വെട്ടിയാടൻ്റെ അവിടെയാണ്. നമ്മുടെ സെയിം ലൊക്കേഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇറങ്ങാം, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം സുഹൃത്തുക്കളെ. ബൈ ദ വേ, എൻ്റെ ഔട്ട്ഫിറ്റ് കാട്ടിത്തരാൻ മറന്നുപോയി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ഇതിടാം, കാരണം ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ജീവിതത്തിൽ ഇടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫോർമലാണ്, ജോലിക്കൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ ഇടുക. പക്ഷേ ദൈവം സഹായിച്ച് ഒരു ബിസിനസ് സംരംഭകനായി, എൻ്റർപ്രനറായി അത് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഔട്ട്ഫിറ്റാണ്, പക്ക ഫോർമലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അമ്മയും അനിയനും ബ്ലൂ ആണ്. അമ്മ ബ്ലൂ ആണ്, ഡാഡി വൈറ്റും ബ്ലൂ ആണ് ഔട്ട്ഫിറ്റ്. ഇറങ്ങാം. ആസ് യൂഷ്വൽ അനിയൻ ലേറ്റാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് അച്ഛനെ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അവിടെ കപ്പിയാരുടെ അടിയിൽ കൊടുക്കണം കേട്ടോ. അത് ആ റെസിപ്റ്റ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാ പോയത് കട തുടങ്ങാൻ. ഊബർ വിളിച്ചിട്ടാ പോയ എൻ്റെ ദൈവമേ. അപ്പോൾ അവൻ വന്നിട്ടില്ല. കേറിയില്ലേ? ആ സോ ഓക്കെ കാര്യങ്ങൾ. നമ്മള് ഷോപ്പിലെത്തി. ആരെത്തിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴത്തെ ഷോപ്പ്. ഇവിടുത്തെ ലൈറ്റ് കിട്ടോ, ഇവിടുത്തെ ലൈറ്റുകൾ കിട്ടോ. ഈ ഷോപ്പ് തുറന്നിട്ട് ഉള്ളിലത്തെ ലൈറ്റ് കിട്ടോ. ഓക്കെ, ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ജോഷ് ബൈക്സ്. ഇപ്പോൾ തൊട്ട് മേലത്തെ ഫ്ലോറിലാണ്, തേർഡ് ഫ്ലോറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഇതെത്തിയിട്ടുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ സ്റ്റോർ ഗൈസ്. ഞാൻ വിശദമായിട്ട് കാട്ടിത്തരാം കേട്ടോ. ആദ്യം ഇതൊന്ന് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ വിശദമായിട്ട് കാട്ടിത്തരാം. ആ ഇനോഗ്രേഷൻ ഇതുകളൊന്ന് കഴിഞ്ഞോട്ടെ. ഒറ്റ ജോഹിനി എവിടെയാ? അമ്മാമ സോ ഗൈസ്, അങ്ങനെ നമ്മുടെ എല്ലാ ഇനോഗ്രേഷൻ പരിപാടികളും തിരക്കുകളും എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും നമ്മുടെ ജോഷ് ബൈക്സിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്ററിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ജോഷ് ബൈക്സിൻ്റെ പുതിയ ഷോറൂം.
സോ ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയേണ്ടത്. കാരണം 2025 ഒക്ടോബർ 1-ാം തീയതിയായിരുന്നു നമ്മുടെ ജോഷ് ബൈക്സിൻ്റെ ആദ്യത്തെ ഷോറൂം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ തൊട്ട് 2026 ജൂലൈ 1-ാം തീയതി അല്ലേ, അനിയനാണ് വീഡിയോ എടുക്കുന്നത്, ജൂലൈ 1-ാം തീയതി അല്ല, നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റോർ എടുക്കാൻ പറ്റി. ഓൺലൈനിലായാലും ഓഫ്ലൈനായാലും നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് ആദ്യം നന്ദി പറയണത്, പിന്നെ മുകളിലിരിക്കുന്ന ആളുടെ അടുത്തും. സോ ഇതാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് സുഹൃത്തുക്കളെ, ജോഷ് ബൈക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ. ജസ്റ്റ് കയറി വരുമ്പോൾ ഇവിടെ ഒരു ടേബിളാണ് കാണുന്നത്. ഇനി അൾട്രാവയലറ്റ് നോക്കിയാൽ കാട്ടി കൊടുത്തു. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ടേബിൾ വരുന്നത്. ഈ ടേബിൾ ആക്ച്വലി നമ്മൾ പണിതെടുത്തതാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ സ്ഥലത്ത് പ്ലൈവുഡുകളൊക്കെ വാങ്ങി എൻ്റെ ബഡ്ജറ്റിനേക്കാളും കൂടുതലായിട്ടുള്ളത് ഈ ടേബിളാണ് കേട്ടോ. 28 രൂപയോ സംതിങ് ആയിട്ട് 30,000 രൂപയ്ക്ക് താഴെയാണ് ഈ ടേബിളിന് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഞാനത് അങ്ങനത്തെ ഒരു രീതിയിൽ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റിനെക്കാട്ടും കുറച്ചുകൂടി കൂടി ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ടേബിൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും പറയണം. കട മോശമാണെന്ന് പറഞ്ഞാലും ടേബിൾ നല്ലതാണോ ഇല്ലയെന്ന് പറയണം കേട്ടോ. അപ്പോൾ ടേബിള് നല്ലൊരു ടേബിള് തന്നെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ അവിടെ നിന്ന് കയറി വരുമ്പോൾ ജസ്റ്റ് ഇത് സൈക്കിൾ ഷോപ്പാണ്, നമ്മൾ സൈക്കിളിൻ്റെ ഒരു കടയാണെന്ന് അറിയാൻ വേണ്ടി നേരെ ഇവിടെ ഒരു ബൈക്ക് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബെറ്റിക്കുട്ടൻ്റെ പുതിയൊരു പീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്മുടെ കയ്യിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കാരണം ബറ്റാലിയൻ്റെ കമ്പനിയിൽ നിന്ന് വരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം അവിടുത്തെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ കാരണത്താൽ സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ബറ്റാലിയൻ്റെ V0 V1 എന്ന് പറഞ്ഞ മോഡലാണ്. ഷിമാനോ ടൂർണി ഗ്രൂപ്പ് സെറ്റാണ് വരണത്. അതിൽ ഫുൾ കിറ്റോട് കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കണത് കേട്ടോ. ഇതാണ് ഫുൾ കിറ്റോട് കൂടിയിട്ട് ഇരിക്കുന്ന വണ്ടി. എല്ലാവരും ഒരു ഐ ക്യാച്ചിങ് ഇതാണ് കേട്ടോ, ബറ്റാലിയൻ്റെ V0 V1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. ഫ്രണ്ടിൽ ക്വിക്ക് റിലീസാണ് വരണത്. ഫ്രണ്ടിൽ ക്വിക്ക് റിലീസ്, 3 വാട്ടർ ബോട്ടിൽസ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ബാഗ് വരും. ട്രാവലിംഗ് കിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എൻഡ്യൂറോ കിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ബാക്കിലൊരു സാഡിൽ ബാഗ് കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് അണ്ടർ 35,000 ബഡ്ജറ്റ് എൻട്രി ലെവൽ കാറ്റഗറിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബൈക്കാണ് കേട്ടോ നമ്മുടെ ബറ്റാലിയൻ്റെ V0 V1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ബ്രാൻഡിങ്. നമ്മുടെ തുടക്കകാലം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ക്രാഡിയാക് ബൈക്സ്. ഓൺലൈനിലാണ് ഇവർ കൂടുതലും സെല്ല് ചെയ്യണത്. നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന വരെയുള്ള റെസ്പോൺസിബിലിറ്റി ജോഷ് ബൈക്സ് എടുക്കും. അപ്പോൾ അത്രയും സേഫ് ആയിട്ട് എത്തും. ജോഷ് ബൈക്സിൻ്റെ റിവ്യൂ സെക്ഷൻ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത്രയും സേഫ് ആയിട്ട് നമ്മൾ എത്താറുണ്ട്. നല്ല കസ്റ്റമർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറേ റിവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ അങ്ങനെയാണ്, ക്രാഡിയാക് ബൈക്സിൻ്റെ ആണ് മുഴുവൻ ഇത് വെച്ചിരിക്കുന്നത്. ഈ സൈഡ് മുഴുവൻ ക്രാഡിയാക് ബൈക്സിൻ്റെ ഒരു സൈഡ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അവിടെ ബ്രാൻഡിങ്ങും നിങ്ങൾക്ക് കാണാം. ക്രാഡിയാക് ബൈക്ക് ബിൽറ്റ് സ്ട്രോങ് റൈഡ് ലോങ്ങർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങും നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ കാശ്മീർ യാത്രയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ടോഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഇതാണ് വരണത്. ആ ഒരു ഇതിൽ ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് വണ്ടികൾ കിട്ടും, പക്ഷെ അവർക്ക് പ്രീമിയം വണ്ടികൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ടോഡിൻ്റെ ഒരു ഇത് വരുന്നത്, കഥ വരുന്നത്. അതിനുശേഷം നേരെ ഫ്ലോറിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറിങ് മുഴുവനായിട്ട് ഒരു ട്രാക്ക് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. ട്രാക്ക് വരച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളൊരു ട്രാക്ക് രൂപേണ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കാട്ടിത്തരാം. ജസ്റ്റ് ജോഷ് ബൈക്സിലേക്ക് വരുമ്പോൾ താഴെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഒരു ട്രാക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റൈഡ് ചെയ്യാം. മൊത്തം ഇത് വരുന്നത് 1500 സ്ക്വയർ ഫീറ്റിന് തൊട്ട് താഴെയാണ്. 1500 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് ഈ ഒരു ഫുൾ ഏരിയ വരണത്. അത് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പല വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും. ആദ്യം ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് സ്റ്റോർ റൂമായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന സമയത്ത് ബ്രാൻഡ് നമ്മൾ പറയാം. സ്കോട്ട് നമ്മൾ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. ബെർഗാമോണ്ട്, അവന്തി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രാൻഡുകൾ അത് സെല്ല് ചെയ്യുന്നുണ്ട്. പോളിഗൺ, മെറീഡ, പിന്നെ ക്രാഡിയാക്ക്, ബറ്റാലിയൻ. റീസെൻ്റ്ലി കോനയുടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. കോനയുടെ ഒരു ബൈക്ക് നമ്മൾ ഇവിടേക്ക് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാവൽ ബൈക്ക്.
അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബൈക്കുകൾ കൂടുതലും സ്റ്റോക്ക് വരാൻ നിൽക്കുന്നുള്ളൂ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്റ്റോറി കാണാൻ പറ്റും കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് എന്നുള്ള എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജോഷ് ബൈക്സിൻ്റെ ഓൾ കേരള റൈഡ്, ഗോവ റൈഡ്, ഫസ്റ്റ് 100K, അതുപോലെ തന്നെ കാശ്മീർ യാത്ര, അങ്ങനെ ഓരോ യാത്രകളായിട്ടുള്ള ഫുൾ ഇത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബൈക്ക് ഒരു MTB ആണ്. അതുകൊണ്ട് തന്നെ ഒരു റഗഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു എലമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പെബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള എലമെൻറ്റ് കൊടുത്തതാണ്. അതൊക്കെ ആർക്കിടെക്റ്റിൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും ആൾക്കാരുടെയൊക്കെ ഒരു ഇതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ആൾക്കാർ നമ്മുടെ സ്റ്റോറി എന്താണെന്ന് ചോദിക്കും. എന്താണ് ഇങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് ചോദിക്കുന്നവർക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോറി 2019 സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇന്ന റീജിയണിലൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. കാരണം കൂടുതൽ ആൾക്കാരും ഈ സ്റ്റോറിയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ പറയണതും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇനിയിപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ബൈക്സ് കുറച്ചുകൂടി സ്റ്റോക്ക് വരും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് റൈഡ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്, ട്രെയിനേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് റൈഡ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്ഥലവും ഇവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ടി എന്നറിയാൻ വേണ്ടിയിട്ട് മൊത്തം നിങ്ങൾക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാനുള്ള ഒരു സ്ഥലവും നമ്മൾ അത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. കാരണം തുടക്കം നമ്മൾ ഭയങ്കര ചെറിയൊരു സ്പേസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ വട്ടം എടുത്തപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ വലിയൊരു സ്ഥലത്തേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇത് ക്രാഡിയാക്കിൻ്റെ XC 900 ആണ് സുഹൃത്തുക്കളെ. ഹെയർ കുറവുണ്ടെന്നുണ്ട്. അപ്പോൾ ഇതും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ, എനിക്ക് വേണം തൃശ്ശൂർ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റീരിയറിൻ്റെ ടീമിനെ തന്നെ അവർ സ്റ്റോറി ഇട്ട് അവരുടെ കൊളീഗ്സിനെയും ഒക്കെ കാണിച്ചപ്പോഴും സൈക്കിൾ ഷോപ്പ് ഇങ്ങനെ ഒരു ഇതിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു യുണീക്ക് ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ് കേരളത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ചെയ്തിട്ടുണ്ട്. സൈക്കിളുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുക, അങ്ങനെ ഇൻറ്റീരിയർ ആയിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ടും തൊട്ട് മേലത്തെ ഫ്ലോറാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റീരിയർ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം വീഡിയോസ് ആണല്ലോ കൂടുതൽ ആൾക്കാർ കാണുന്നത്. വീഡിയോസ് കാണുന്ന സമയത്ത് ആൾക്കാരിലേക്ക് കൂടുതൽ ഭംഗിയിലിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ഇതാണ് നമ്മുടെ ഫോട്ടോ ബൂത്ത്. ഫോട്ടോ ബൂത്തിൽ ഇപ്പോൾ ഒരാൾ ബൈക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാം. ഇത് പോളിഗണിൻ്റെ കാസ്കേഡ് 4 2026 മോഡലാണ്. സ്മോൾ സൈസിൽ നിങ്ങൾക്ക് കിഡിലൻ വണ്ടിയാണ് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്കാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കണേൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഒരു 5.5 മുതൽ 5 അടി മുതൽ ഒരു 5.6 വരെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്മോളിൽ 29 ഹൈഡ്രോളിക് വരുന്ന ക്യൂസ് ഗ്രൂപ്പ് സെറ്റ് വരുന്ന ഒരു സിസ്റ്റമായിട്ട് വരുന്ന നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊരു ഈ ഒരു സെൻറ്റർ ഫുള്ള് ഒരു ഫോട്ടോ ബൂത്താണ്. ജോഷ് ബൈക്സ് മേലെ വരും. അങ്ങനെ ഒരു സ്ഥലം വന്നിട്ടുണ്ട്. സർവീസ് സെൻറ്റർ പിന്നെ താഴെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്തി പരിപാടി ഗംഭീരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹൈവേയിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. പക്ഷേ ഹൈവേയിലൊക്കെ 60,000 70,000 രൂപയ്ക്ക് റെൻറ്റ് വരണേ അത്രയ്ക്ക് കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം ഒന്നാമത്തെ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ ആവശ്യകത ഉണ്ടോയെന്നാണ്. കാരണം നമ്മളുടെ കൂടുതൽ ആൾക്കാർ ഫോൺ വിളിച്ചിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ആയിട്ടാണ് ഗൈഡൻസ് ചോദിച്ച് വണ്ടി വാങ്ങണത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. തുടരുന്നും ഇങ്ങനത്തെ സപ്പോർട്ട് നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. കാരണം ഒരു റിട്ടേണും പ്രതീക്ഷിക്കാണ്ടാണ് 2019 മുതൽ നമ്മൾ യൂട്യൂബിലായാലും എല്ലാം നമ്മൾ സൈക്ലിങ്ങിലായാലും ചെയ്തത്. ട്രൂലി പാഷനേറ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു റിട്ടേൺ ഇപ്പോഴാണ് ആക്ച്വലി വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ സൈക്കിൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, നല്ല റിവ്യൂസ് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബൈക്സ് ആണെങ്കിലും 10,000 രൂപ മുതൽ ഒരു 10 ലക്ഷം രൂപ വില വരുന്ന വണ്ടികൾ എൻക്വയറി ആണെങ്കിൽ കൂടി നമുക്ക് സോഴ്സ് ചെയ്യാനും ഇവിടെ സ്റ്റോക്കിലും അവൈലബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് ഇനി ഒന്നും പറയാനില്ലല്ലോ. പിന്നെ ഇത് എൻ്റെ ഒരു കലാവിരുദ്ധമാണ് സുഹൃത്തുക്കളെ. ഈ സാധനം ഇത് കുറച്ച് കണ്ടു കഴിഞ്ഞ് അറിയാൻ പറ്റും. നമ്മുടെ സസ്പെൻഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്.
ഇതിരിക്കുമ്പോൾ സസ്പെൻഷൻ്റെ ആക്ഷൻ ഉണ്ടാവും ചെയ്യും. ചെറിയൊരു ആക്ഷൻ ഉണ്ട് ഇപ്പുറത്തേനാണ്, അതുകൊണ്ട് കംപ്ലൈൻ്റ് ആയ സസ്പെൻഷനാണ്. കണ്ട ആക്ഷൻ ഇല്ലേ, അത് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൊരു കലാവിരുതും കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജോഷ് ബൈക്സിൻ്റെ എല്ലാ ഇതും വരണത്. എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ.